ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ. ഇപ്പോൾ ഈ 100-ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ സമസ്തയിൽ നേരത്തെ ഒരു പിളർപ്പുണ്ടായതാണ്. സമസ്തയിൽ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടൊക്കെ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന രീതിയിൽ സമസ്തയിൽ ഒരു രണ്ട് വിഭാഗങ്ങൾ, ഷജറകൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒരു വിഭാഗം ലീഗിനെ അനുകൂലിക്കുന്നവരും ഒക്കെ നിൽക്കുകയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ലീഗിൻ്റെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ നമ്മളിതിലുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ സമസ്ത എന്ന് പറയുന്നത് മഹല്ലുകളിലുള്ള ജനങ്ങളാണ്. ആ ജനങ്ങൾ അധികവും മുസ്ലിം ലീഗാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ വികാരങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒന്നാം സ്ഥാനം നമ്മൾ ദീനിനാണ്, മതത്തിനാണ്. കാരണം നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. ഈ വിശ്വാസം എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അതിനനുസരിച്ചാണ് സ്ഥാനം കൊടുക്കൽ. ലീഗിനോ സ്ഥാനം കൊടുക്കേണ്ടത്, സമസ്തക്കോ ദീനിനോ സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത്. അതെല്ലാ വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. സമസ്ത പരലോകത്തേക്കും ലീഗ് ദുനിയാവിൻ്റെ ആണ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിനാണ്. ഒൽ ആഖിറത്തു ഖൈറും അബ്ഖാന്നാണ്, ഒലൽ ആഖിറത്തു ഖൈറുല്ലക്കും മിനൽ ഊല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആഖിറത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു തർക്കം, ഈ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ലീഗിന് കൊടുക്കാത്തവരും വളരെ വ്യത്യാസം ഉണ്ടാവും. അതുണ്ടാവും. പരിഹരിക്കാൻ പറ്റുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹരിക്കാണ്ട് പോയാലൊക്കെ വിഷമാണ്. അതൊക്കെ ഈ കുറഞ്ഞ നൈമികമായ ചില താല്പര്യങ്ങളിൽ മനുഷ്യൻ പൈശാചിക ഇടപെടലുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാവുന്ന തകരാറുകളാണ്. അതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ലീഗിനാണ് അതിൽ നഷ്ടം വരിക. കാരണം ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് ലീഗ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാണോ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് എത്തുന്നത്? അല്ല, അതും മനസ്സിലാക്കാൻ അല്ലാത്തതൊക്കെ ആവാമല്ലോ. ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതന്നല്ലേ. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിയും പറഞ്ഞും കണ്ടും നിൽക്കേണ്ടവരല്ലേ. ഈ പരലോകത്തിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ വളരെ ബഹുമാനത്തോടു കൂടി സമസ്തയുടെ വളരെ ദീനികളായി ഒരു സൂഫി വര്യന്മാരൊക്കെ പോലെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ മുഷാവറയിൽ തന്നെ വലിയ തോതിൽ ബഹളം ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനൊന്നുമില്ല, മുഷാവറയിൽ ബഹളങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് പിന്നെ കുറേ ഈ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ, അത് വലിയൊരു ഘടകമാണല്ലോ ഈ ഫിത്തന വളർത്താൻ.